സിപിഐഎം V4 മുന്നണി ഭരിക്കുന്ന പട്ടാമ്പി നഗരസഭയിലെ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിക്കെതിരെ UDF കൌൺസിലർമാർ കൊണ്ടുവന്ന അവിശ്വാസം ക്വാറം തികയാത്തതിനാൽ പരാജയപ്പെട്ടു. 28 അംഗങ്ങളുള്ള നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്തത് 13 അംഗങ്ങൾ മാത്രം. 11 UDF കൌൺസിലർമാരും ഒരു BJP അംഗവും V4 മുന്നണിയിലെ 17ാം ഡിവിഷനിലെ കൌൺസിലർ KT റുക്കിയയുമാണ് അവിശ്വാസ ചർച്ചയ്ക്കെത്തിയത്. V4 മുന്നണിയിലെ ബാക്കി 5 കൌൺസിലർമാരും CPIM കൌൺസിലർമാരും അവിശ്വാസ ചർച്ച ബഹിഷ്കരിച്ചു. അഴിമതി, സ്വജനപക്ഷപാതം, ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ, കെടുകാര്യസ്ഥത എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF കൌൺസിലർമാർ അവിശ്വാസം കൊണ്ടുവന്നത്. പട്ടാമ്പി നഗരസഭയിലെ 11 അംഗങ്ങളായ UDF കൌൺസിലർമാർ നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച ആണ് ഇന്ന് വിളിച്ചു ചേർത്തിരുന്നത്. സ്വാഭാവികമായും അത് ക്വാറം പൂർത്തീകരിക്കാത്തതിനാൽ അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കാൻ സാധ്യമായിട്ടില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പട്ടാമ്പി നഗരസഭയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള ഒരുപാട് വിഷയങ്ങൾ, ആ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ട് തന്നെ ഇനിയും ഐക്യജനാധിപത്യ മുന്നണി യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ ഈ നാടിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഈ നഗരസഭയ്ക്കെതിരെയുള്ള ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾക്കെതിരെയുള്ള സമര പോരാട്ടത്തിന് തുടക്കം കുറിക്കാനുള്ള വേദിയായി ഇന്ന് ഇതും തുടക്കം കുറിക്കുകയാണ്. എന്നാൽ UDF V4മായി ചർച്ച നടത്തിയിട്ടില്ലെന്നും UDF നേതാക്കളുമായി കൂടിക്കാഴ്ച ചർച്ചയായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. മുന്നണി തീരുമാനത്തിൽ നിന്നും വിട്ടുനിന്ന അംഗത്തിനെതിരെ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പൊ ഇത്രയും വർഷക്കാലം ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു, സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെ നിന്നു. ആ ഭരണമാറ്റത്തിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചു. ആ ഭരണത്തിന് പിന്തുണ നൽകാതെ മാറി നിന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ചയിലൂടെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഈ അവസാന ഘട്ടത്തിൽ ഈ ഭരണകക്ഷിക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. നഗരസഭാ ചെയർപേഴ്സന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുണ്ടെന്നും പ്രതീക്ഷയ്ക്കൊത്തുയരാൻ ഭരണസമിതിക്കായില്ലെന്നും V4 മുന്നണി ധാരണ ലംഘിച്ചു ചർച്ചയ്ക്കെത്തിയ 17ാം ഡിവിഷൻ കൌൺസിലർ KT റുക്കിയ പറഞ്ഞു. പിന്നെ ഇതില് വലിയ പ്രതീക്ഷയോട് വന്നതാണ് ഈ ഭരണസമിതി. പല കാര്യത്തിലും ഉണ്ടായ നമ്മുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ കഴിയാത്തതും, അതുപോലെ തന്നെ ഈ മുന്നണിയിൽ നിൽക്കുന്ന ആളുകൾ പല നമ്മൾ കേട്ടിട്ടുണ്ട് V4 പട്ടാമ്പി പിരിച്ചു വിട്ടു എന്ന് വരെ നിങ്ങൾ തന്നെയാണല്ലോ പത്രക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലുള്ള ഇത് വന്നു. അതുപോലെ തന്നെ പല പാർട്ടികളായിട്ടും ഒരുപോലെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു സ്വതന്ത്ര നിലപാടിൽ വന്നാണ്. ആ സ്വതന്ത്ര നിലപാടായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ LDFും UDFും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും ആര് ഭരണത്തിൽ വന്നാലും പട്ടാമ്പിയുടെ വികസന കാര്യത്തിൽ മാറ്റമുണ്ടാവില്ലെന്നും BJP കൌൺസിലർ A സുരേഷ് പ്രതികരിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം LDF ആയാലും UDF ആയാലും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ തന്നെയാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അതിൻ്റെ നിലപാടുകളുണ്ട്. വോട്ട് ചെയ്യാതെ നമ്മൾ പോരാനായിരുന്നു നമ്മുടെ തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ യോഗം തന്നെ നടക്കാത്തതുകൊണ്ട് നമ്മൾ അതിന് പോന്നിട്ടുണ്ട്. പക്ഷേ ഈ 2 മുന്നണികളും ഭരിച്ചതുകൊണ്ട് നമുക്ക് പട്ടാമ്പി നഗരസഭയിൽ പുരോഗമനവും മറ്റുള്ള കാര്യങ്ങളോ മാറ്റമോ ഒന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ചർച്ച പരാജയപ്പെട്ടെങ്കിലും V4 മുന്നണിയിലെ ഒരു അംഗത്തിനെ UDF പാളയത്തിലേക്ക് എത്തിക്കാനായി എന്നതാണ് UDF അവിശ്വാസം കൊണ്ടുണ്ടാക്കിയ നേട്ടം. ഇനി 6 മാസക്കാലത്തേക്ക് അവിശ്വാസം കൊണ്ടുവരാൻ കഴിയില്ല. NCV ന്യൂസ് തൃത്താല. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.